അപ്പൊ നമുക്ക് കുടുംബശ്രീയുടെ കാര്യം സംസാരിച്ചു. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇനി അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഇത് കാരണമാണ് പല കുടുംബശ്രീകളും പുതുപ്പിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു പരാതി പരിഭവം ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ്? അത് അവര് ഈ അമ്മമാരും ചേച്ചിമാരും പരിഭവപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? 100% ഉണ്ട്. ഞാൻ പറഞ്ഞ ഞങ്ങളുടെ 5 വാർഡില് ഈ കുടുംബശ്രീ എത്രയുണ്ടോ അതിനൊക്കെ ഓഡിറ്റിംഗ് നടത്താനുള്ള സംവിധാനം ഞങ്ങളുടെ മെമ്പർമാർ മുൻകൈ എടുത്ത് ചെയ്യുമെന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ അടുത്ത ഒരു ഏരിയസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എത്ര കുടുംബശ്രീ ഉണ്ടോ അത്ര കുടുംബശ്രീയും ആ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള സംവിധാനമായിട്ട് കോൺഗ്രസ് മുമ്പിലേക്ക് പോകുന്നു. അപ്പൊ ഇപ്പൊ ഉള്ളത് ചെയർപേഴ്സൺ CPM-ന്റെ ചെയർപേഴ്സൺ അല്ലേ? അതെ, CPM-ന്റെ അതേ ചെയർപേഴ്സണാണ് വീണ്ടും ആയിരിക്കുന്നത്. ഈ ഓഡിറ്റിംഗ് നടത്തിയത് എപ്പോഴാണ്? ഓഡിറ്റ് ശരിക്കും ഈ ആഗസ്റ്റ് സെപ്റ്റംബറിലേക്കാണ് പറഞ്ഞത് ഞാൻ നടത്തേണ്ടത്. പക്ഷെ ഇവര് നടത്തിയിട്ടില്ല. അപ്പൊ അതിനെതിരെ ഞാൻ ശക്തമായി അവരോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു. ഇത് ശരിയല്ല. പക്ഷെ നോക്കുമ്പോ ഇലക്ഷൻ വന്നു കഴിഞ്ഞു, പ്രഖ്യാപനം കഴിഞ്ഞു. പ്രഖ്യാപിച്ചിട്ടേയും കൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. കുടുംബശ്രീ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മളത്. ഇത് 1 വർഷ കാലാവധിയാണ്. 3 കൊല്ലം. 3 കൊല്ലം. അപ്പൊ ഈ 3 കൊല്ലത്തിന് ഇപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഇനി ബാക്കിയുള്ളവർ ഓഡിറ്റിംഗ് നടത്താം. ഓഡിറ്റിംഗ് നടത്തി ഇനി 3 വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ ഇലക്ഷൻ നടത്തി. അതന്നെ പറയുന്നത്. ഈ 3 വർഷം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ, പുറത്തുള്ളവർ തന്നെയാണ്. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളവർ ഓഡിറ്റിംഗ് നടത്താം. കണക്ക് കാര്യങ്ങൾ നോക്കാം, വരവ് ചെലവ് കാര്യങ്ങളൊക്കെ വെക്കാം. പക്ഷെ അവർക്ക് നിയമപരമായിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചെയ്യാനോ ഒന്നും പറ്റില്ല. ഈ 3 കൊല്ലം വരെ ഇനി മിണ്ടാണ്ടിരിക്കണം. ചോദ്യം ചെയ്യാം, അവരോട് എന്തൊക്കെ കിട്ടില്ല എന്നൊക്കെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ കോൺഗ്രസ് വാർഡുകൾ 5 വാർഡ് നിങ്ങൾ മെമ്പർമാരായിട്ട് ജയിച്ചിട്ടുണ്ട്. ഈ 5 വാർഡില് എത്ര വാർഡിലാണ് CDS-മാർ ഉള്ളത്? ജയിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഉള്ളു. ഞാൻ സത്യം പറഞ്ഞ പോലെ എന്റെ വാർഡിൽ എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ പറഞ്ഞത് ഞാനും മണ്ഡലം പ്രസിഡന്റാണെങ്കിലും കൂടി വാർഡില് രാഷ്ട്രീയമില്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോ എന്റെ വാർഡിൽ പറഞ്ഞ രാഷ്ട്രീയം ഇല്ലാതെയാണ് ഒരു കുട്ടി വന്നിരിക്കുന്നത്. എല്ലാ വാർഡ് അതേപോലെ ഞങ്ങൾ കോൺഗ്രസിന്റെ വാർഡുകളിലൊക്കെ നോക്കുമ്പോ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയം നോക്കാണ്ട് കോൺഗ്രസിന്റെ അനുഭാവിയിലായിട്ട് ഉള്ളവരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മെമ്പർമാരായിട്ട് ഉള്ളവർ ആരും അവിടെ വന്നിട്ടില്ല. ഈ 5 വാർഡിൽ വന്നിട്ടില്ല. ചിലവർ ആരോപണം ഞാൻ കേട്ടു, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കേട്ടോ, CPM-ന്റെ ഭാഗത്ത് നിന്നും കേട്ടു. കഴിഞ്ഞ ഇടയ്ക്ക് 2-3 പേര് വിളിച്ചു, കുറച്ച് വാട്സപ്പ് ഒക്കെ അയച്ചു തന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഈ 1-ാമത് വാർഡ്, 5-ാമത് വാർഡ്, 6-ാമത് വാർഡ്, 9, 11, 19 ഈ 6 വാർഡുകളില് BJP SC ആൾക്കാർ ബോധപൂർവം അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം, ഒരു പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട്. എന്റെ അറിവില് 1-ാം വാർഡിലാണ് എനിക്ക് അപ്പൊ ഞാൻ ബന്ധപ്പെട്ട BJP നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ഒരു ഇല്ല എന്ന് പറയും. ഇല്ല, 100% അങ്ങനെ ഉണ്ടായിട്ടില്ല. 1-ാം വാർഡിൽ ഉണ്ടായിരുന്നു. അത് അന്ന് ലാസ്റ്റ് അത് 3 പേര് വെച്ച് കുലിക്കുകയാണ് എടുത്തത്. അത് ബാക്കിയുള്ള വാർഡുകളിലെ BJP ബോധപൂർവം SC ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് ഇലക്ഷനിൽ നിന്ന് മാറി നിന്നതാണ്, ബോധപൂർവം മാറി നിന്നതാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട്. തെറ്റായ ആരോപണമാണ്. വിദ്യാസമായിട്ടുള്ള രാഷ്ട്രീയമാണെങ്കിൽ സത്യസന്ധമായിട്ട് നിങ്ങൾ കാര്യം പറയുന്നുണ്ട്. അതിലൊരു കാര്യത്തിൽ അഭിമാനിക്കാം. കാരണം നിങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെങ്കിലും ഇങ്ങനെ ഒരു ആരോപണം വേറെ രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുമ്പോ അത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റോ, ആ ഒരു നിലപാട് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അത് തെറ്റായ ഒരു ആരോപണം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ഈ BJP ഇത് ഇലക്ഷനിൽ നിന്നും മാറി നിന്ന്, തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിന്നൊക്കെ പറയുന്നുണ്ട്. ഈ CDS വാർഡ് അടിസ്ഥാനത്തിൽ CDS-മാർ തെരഞ്ഞെടുക്കുന്നില്ല. അത് എന്താന്നുള്ളത് നമുക്കറിയില്ല. BJP-ന്റെ എനിക്കറിയില്ല. ഈ CDS തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ വെച്ചിട്ടാണോ നടക്കുന്നത് അതോ അതായത് വാർഡുകളിലെ സ്കൂളൊക്കെ? ഞങ്ങളുടെ ഇവിടെ നടന്നത് ഞങ്ങളുടെ കമ്പസ് സ്കൂളിലാണ്. 9-ാം വാർഡ്, 10-ാം വാർഡൊക്കെ നടന്നത് കമ്പസ് സ്കൂളിലാണ്. അപ്പൊ അങ്ങനെ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണത നല്ലതാണോ? നല്ലതല്ല, അത് തെറ്റാണല്ലോ. തെറ്റാണ്. അത് അവിടെ അവര് പങ്കെടുക്കണ്ടേ? ഇപ്പൊ BJP മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, അവര് പങ്കെടുക്കണ്ടേ? അപ്പൊ ഈ പങ്കെടുക്കാതെ കൊണ്ട് എന്താണ് ദോഷം? പങ്കെടുക്കാത്തതുകൊണ്ട് ഇപ്പൊ അവര് പോയി വന്നു. ഇവര് പങ്കെടുത്താണെങ്കിൽ ഇവര് CDS ആയാല് ADS വരുമല്ലോ.
ഇപ്പൊ BJP-ക്ക് 8 സീറ്റ്, CPM-ന് 8 സീറ്റ്. ഇനി വികസനം നടക്കണമെങ്കിൽ ഈ 5 മാജിക് നമ്പർ ഏതെങ്കിലും ഒരു ഭാഗത്ത് സപ്പോർട്ടായിരിക്കണം. അങ്ങനല്ല, വികസനം നടത്താൻ വേണ്ടി പഞ്ചായത്തിൽ ആരാണ് മുൻകൈ എടുക്കണം അവരുടെ കൂടെ സപ്പോർട്ട് വികസനത്തിന് വേണ്ടിയിട്ട്. അതന്നെ പറയുന്നത്. കാരണം ആരെടുക്കുവാണെങ്കിലും ഈ 5 മാജിക് നമ്പറാണ് ഇനി കിങ് മേക്കർ ആയിട്ടിരിക്കും. പറളി പഞ്ചായത്തില് കിങ് മേക്കർ എന്ന് പറയുന്നത് ഇനി CPM ആകട്ടെ BJP ആകട്ടെ. കാരണം ഇനി വേറൊരു നല്ലൊരു കാര്യമുണ്ട്. എന്താ പറയുക, നമ്മുടെ പറളി പഞ്ചായത്തിലെ പ്രസിഡന്റ് CPM, വൈസ് പ്രസിഡന്റ് BJP. അപ്പോ താക്കോള് പ്രസിഡന്റിന്റെ കയ്യിലുണ്ടെങ്കിലും പൈസന്റെ താക്കോള് BJP-ന്റെ കയ്യിലാണ്. BJP-ആണ് ഇപ്പൊ ഓരോരോ വാർഡിലേക്കും ഫണ്ട് വിതരണം ചെയ്യാൻ പറ്റുന്നത്. കാരണം ആരാണ് വൈസ് പ്രസിഡന്റ് അവർക്കാണ് സ്വാഭാവികമായിട്ട് ധനകാര്യം, ഓട്ടോമാറ്റിക്കലി ധനകാര്യം പോകുന്നത് അവർക്കാണ്. അപ്പൊ ഈ ഫണ്ടിന്റെ കാര്യം വരുമ്പോ 21 വാർഡുകളിലെയും കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങള് ഈ വികസനത്തിന് വേണ്ടി രണ്ടുപേരും കൂടെ മുഷ്ടി പിടിക്കുമ്പോ നിങ്ങൾ ഈ 5 മാജിക് നമ്പർ ഏത് ഭാഗത്തായിരിക്കും? അതാണ് വികസനം ആവശ്യത്തിന് വേണ്ടി ആരുടെ കൂടെ നിൽക്കും. വികസനമാണ് ഞങ്ങളുടെ ഉദ്ദേശം. പറളിയിൽ വികസനം വരണം. അതിനാരാണ് മുൻകൈ എടുത്ത് നിൽക്കുന്നത് അവരുടെ കൂടെ നമ്മളുണ്ടാവും. അത് ഒരിക്കലും അഴിമതിയായിട്ടിരിക്കില്ല. അഴിമതിയില്ല, 100% അഴിമതി നിൽക്കില്ല. ഞങ്ങളുടെ ആവശ്യം വികസനമാണ്. പറളി വികസനം വരണം. അതിനെ നമ്മൾ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഈ 2031 കോൺഗ്രസ് ഭരണത്തിൽ വരാൻ പറ്റും എന്നൊരു 100% വിശ്വാസമുണ്ട്. ഇവിടെ വരേണ്ടതാണ്. ഇപ്പൊ സത്യത്തിൽ പറഞ്ഞ മുഖേഴ് 21 പറളിയിൽ വരേണ്ടത്. അതിൽ നമ്മുടെ ആൾക്കാരിന്റെ കൊള്ളായ്മ കൊണ്ടാണ് 2 സീറ്റ് പോയത്. ഒന്ന് ഞങ്ങളുടെ 18-ാം വാർഡ്, പിന്നെ 4-ാം വാർഡ്, പിന്നെ 16-ാം വാർഡ് അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അതിന് 3 വാർഡ് അങ്ങനെയാണ് ഞങ്ങൾ കൈവിട്ടത്. പരിഹരിച്ച് മുമ്പോട്ടും പോകും. ജനങ്ങളുടെ വിശ്വാസം എടുത്ത് മുമ്പോട്ടും പോകും. എന്തായാലും 2031 കോൺഗ്രസിന്റെ ഒരു നല്ല ഭരണം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.